താന്തോന്നിയും പെണ്ണും ഭാഗം 9. ഡോർ തുറന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ദീപുവും ശാരിയും ഒന്ന് ചിരിച്ചു. നീ പറഞ്ഞ പോലെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ദീപു പറഞ്ഞതും ദേവൻ സംശയത്തോടെ അവനെ നോക്കി. എന്നിട്ട് അവളെന്തിയെ? ദേവൻ ദീപുവിനെ സൂക്ഷിച്ചു നോക്കി. അവളല്ലേ ഇവളിതെവിടെ പോയി? ശാരി, പാറു എവിടെ? ദീപു ചുറ്റും നോക്കി, ഒപ്പം ശാരിയും. എടാ, ഇപ്പോൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ദീപു വന്ന വഴിയെ ഒന്ന് തിരിഞ്ഞു നടന്നു. കുറച്ച് അപ്പുറം മാറി ഒരു ഫ്ലാറ്റിൻ്റെ ഡോറിന് മുന്നിൽ മുട്ടുകുത്തി ഇരിക്കുന്നവളെ കണ്ട് ദീപു വേഗത്തിൽ അവിടേക്ക് ചെന്നു. ഡി പാറു. ദീപു വിളിക്കുന്നത് കേട്ടതും പാറു അതേ ഇരിപ്പിൽ അവനെ നോക്കി. നീ ഇതിവിടെ എന്ത് ചെയ്യുക? ദീപു ചോദിച്ചതും പാറു തൻ്റെ കൈ പിടിച്ചു നിൽക്കുന്ന ആ 2 വയസ്സുകാരിയെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഈ കുഞ്ഞുവാവയെ കണ്ടുകൊണ്ട് വന്നതാ ദീപു ഏട്ടാ. പാറു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. കുഞ്ഞുവാവയെ ഒക്കെ പിന്നെ കാണാം, നീ ഇങ്ങോട്ട് വന്നേ. ദീപു പാറുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. കുഞ്ഞുവാവേ, പിന്നെ കാണാട്ടോ. പോകുന്നതിനിടയിൽ പാറു കുഞ്ഞിനെ നോക്കി കൈവീശി കാണിച്ചു. ദീപു ഏട്ടാ, ഇവിടെ ആരാ? എന്തിനാ നമ്മളിവിടെ വന്നത്? പാറു സംശയത്തോടെ പിന്നെയും ചോദിച്ചതും ദീപു അവളെ നോക്കി മുന്നിലേക്ക് നോക്കാൻ കണ്ണു കാണിച്ചു. അവൾ അവൻ്റെ പിന്നാലെ മുന്നിലേക്ക് നോക്കിയതും അവളെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്നു ദേവൻ. അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതും അവൾ മുഖം താഴ്ത്തി. കേറി വാടാ. ദേവൻ അവർക്കായി വഴിമാറി കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ശാരിയും ദീപവും അകത്തേക്ക് കയറി. നിന്നെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ഇനി പ്രത്യേകം ആൾക്കാർ വല്ലതും വേണോ? പുറത്തു തന്നെ തലയും താഴ്ത്തി നിൽക്കുന്നവളെ നോക്കി ഗൗരവത്തോടെ ദേവൻ ചോദിച്ചതും പാറു തല ഉയർത്തി അവനെ നോക്കി വേണ്ട എന്ന് കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ കയറിയതും ദേവനും കയറി ഡോറടച്ചു. അകത്തേക്ക് കയറിയ പാറു ചുറ്റും അമ്പരപ്പോടെ ഒന്ന് നോക്കി. ആദ്യമായി അവിടം കാണുന്നതിൻ്റെ എല്ലാ ഭാവങ്ങളും അവളുടെ മുഖത്തുണ്ടായിരുന്നു. ശാരി, ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ട്, വേറൊന്നുമില്ല, എടുത്ത് കുടിക്കുക. എനിക്ക് അത്യാവശ്യമായി ഒരു കോൾ ചെയ്യാനുണ്ട്. ദേവൻ ഫോണുമായി ബാൽക്കണി ഭാഗത്തേക്ക് നടന്നതും പാറു അവനെ നോക്കി ദീപുവിനടുത്തേക്ക് ചെന്നു. ദീപു ഏട്ടാ, ദേവേട്ടൻ എന്താ ഇവിടെ? ഇത് ആരുടേതാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രഹസ്യം ചോദിക്കുന്നത് പോലെയുള്ള പാറുവിൻ്റെ ചോദ്യത്തിൽ ദീപു ചിരിച്ചുപോയി. ദേവരുന്ന നിന്റെ കെട്ടിയാൻ, അവനോട് നേരിട്ട് ചോദിക്ക്, അപ്പോഴെല്ലാം മനസ്സിലാകും. അവളുടെ പിന്നിലേക്ക് നോക്കി ദീപു പറഞ്ഞതും പാറു അവനെ കൂർപ്പിച്ച് നോക്കി മുഖം കൂട്ടി. ദേവ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടേടാ, ഇനിയും നിന്നാൽ വീടെത്താൻ ലേറ്റാകും. ദീപു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദേവൻ്റെ തോളിൽ കൈയിട്ട് പുറത്തേക്കിറങ്ങി. അയ്യോ, ഞാനും വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോ. പാറു ശാരിയെ നോക്കി വെപ്രാളത്തോടെ പറഞ്ഞതും ശാരി അവളെ നോക്കി കണ്ണുരുട്ടി. പെണ്ണെ, നിന്നെ ഞങ്ങൾ ചാക്കിൽ കെട്ടി കാട്ടിൽ കൊണ്ട് കളഞ്ഞതല്ല, നിന്റെ കെട്ടിയൻ്റെ അടുത്ത് കൊണ്ടാക്കിയതാ. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. അവിടെ കിടന്ന് എല്ലാ ജോലിയും ചെയ്ത് എല്ലാവരുടെയും വായിലിരിക്കുന്നതും കേട്ട് കിടക്കുന്നതിനേക്കാൾ ഇവിടെ നിൽക്കു പെണ്ണേ. ശാരി പറഞ്ഞതും പാറുവിന് കഴിഞ്ഞതൊക്കെ മനസ്സിലേക്ക് വന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. ശാരിയും പാറുവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 പേരും മാറി നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഏട്ടത്തി വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് എല്ലാം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോഴും അവൾ അവിടെ അങ്ങനെ കിടന്നേനെ. ദീപു ദേവനോടായി പറഞ്ഞുകൊണ്ട് താടി ഒഴിഞ്ഞു. നിത്യേട്ടത്തിയോട് എന്നും വിളിച്ച് ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ടായിരുന്നു ദീപു. പതിവില്ലാതെ രാത്രി ഏട്ടത്തി വിളിക്കുന്നത് കണ്ട് എനിക്ക് ആദ്യം സംശയം തോന്നി. കോളെടുത്തപ്പോഴല്ലേ അറിയുന്നത് അവിടെ അപ്പച്ചി നടത്തിയ നാടകത്തിൻ്റെ കാര്യം. പാറുവിനെ അവർ തല്ലിയത് അതിന് ഞാൻ കൊടുക്കും. ദേവൻ പാറു നിൽക്കുന്നിടത്തേക്ക് നോക്കി പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതും ദീപു അവനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് തലയനക്കി. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ലേ, ഒരു പ്രേമം മണക്കുന്നുണ്ട് എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. ദീപു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ യാത്ര പറഞ്ഞുകൊണ്ട് ശാരിയും. അകത്തേക്ക് കയറുന്നുണ്ടോ? അവർ പോകുന്നത് നോക്കി നിന്ന പാറുവിനോടായി ചോദിച്ചതും പെട്ടെന്നവൾ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ വേഗം അകത്തേക്ക് കയറി. എന്തു ചെയ്യണമെന്നറിയാതെ പാറു അവിടെ തന്നെ നിന്നു. ദേവനാകട്ടെ ഒരു റൂമിലേക്ക് കയറി. പാർവതി, ദേവൻ വിളിച്ചതും പാറു വേഗം റൂമിലേക്ക് ചെന്നു.
ഇത് എൻ്റെ റൂമാണ്, നീയും ഈ റൂം ഉപയോഗിച്ചാൽ മതി. മറ്റേ റൂമിൽ എൻ്റെ ഫ്രണ്ടും വൈഫുമാണ്. എന്നുമില്ല, അവർ ഇവിടേക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ കൊടുത്തതാണ്. നിനക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ നാളെ പോയി വാങ്ങാം. ഇപ്പോൾ അത്യാവശ്യം 2 ഡ്രസ്സ് ശാരി വാങ്ങിയതുണ്ട്. ദേവൻ തൻ്റെ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പാർവിനോടായി പറഞ്ഞതും അവൾ തലയണയ്ക്ക് സമ്മതിച്ചു. അതെ, ഇത് ആരുടേതാ? ഏത്? പാറു ബെഡിലിരുന്ന് ഫോൺ നോക്കുന്നവനോടായി ചോദിച്ചതും അവളെ നോക്കി നെറ്റി ചുളിച്ചു. അതേ ഫ്ലാറ്റ്. ചെറിയൊരു പേടിയോടെ അവനെ നോക്കിയവൾ. എൻ്റെ ഫ്ലാറ്റ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയ എൻ്റെ സ്വന്തം ഫ്ലാറ്റ്. അവളുടെ അടുത്തേക്ക് ചെന്ന ദേവൻ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞതും പാറുവിൻ്റെ കണ്ണു മിഴിഞ്ഞു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയോ? അതിന് നിങ്ങൾക്ക് എന്ത് ജോലിയോ ഉള്ളത്? പാറു മനസ്സിൽ ചോദിച്ചതാണെങ്കിലും ഉച്ചത്തിലായിപ്പോയി. എനിക്കങ്ങനെ പല ജോലിയുമുണ്ട്. എന്തേ? അവൻ്റെ മറുപടി കേട്ടവൾ വായും തുറന്ന് നിന്നുപോയി. ഞാനിവിടെ അധികം കുക്ക് ചെയ്യാറൊന്നുമില്ല. വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരാം. ദേവൻ ഒരു ഷർട്ട് എടുത്തിട്ട് ഫോണും ബൈക്കിൻ്റെ ചാവിയുമായി റൂമിന് പുറത്തേക്കിറങ്ങി. ആ നേരം പാറു വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്ന് എന്തൊക്കെ ഇരിപ്പുണ്ടെന്നും ഇല്ലെന്നും നോക്കി മനസ്സിലാക്കി. അതെ ദേവേട്ട, എല്ലാ സാധനങ്ങളും വേണം, ഒന്നുമില്ല. പാറു പറഞ്ഞതും ദേവൻ അവളെ നോക്കി. ഒരു കാര്യം ചെയ്, നാളെ വാങ്ങാം, നീ കൂടി വന്നാൽ മതി. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ഡോർ ലോക്ക് ചെയ്തേക്ക്. ദേവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ പാറു ഡോർ അടച്ചു. അവൾ ആ ഫ്ലാറ്റ് മൊത്തത്തിലൊന്ന് നോക്കി. നല്ല പൈസ ആയിട്ടുണ്ട് ഒന്ന് വാങ്ങാൻ. എന്നാലും ഇങ്ങനൊരു ഫ്ലാറ്റ് വാങ്ങാനും മാത്രം എന്ത് ജോലിയാ ദേവേട്ടന്? പാറു സംശയം വിട്ടുമാറാതെ തന്നെ ഫ്ലാറ്റിൻ്റെ ഓരോ മുക്കും മൂലയും നോക്കിക്കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ കുളിക്കാനായി ഡ്രസ്സ് എടുക്കാൻ ഷെൽഫ് തുറന്നു. ഇതെന്താ തുണിക്കടയോ? ഇത്രമാത്രം ഡ്രസ്സുകൾ, ഇതിൽ എനിക്കുള്ളതെന്തേ? പിന്നെയും അവൾ തിരഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് എന്തോ നിലത്തേക്ക് വീണത്. പിന്നിലേക്ക് മാറി അവൾ നിലത്ത് വീണത് എന്താണെന്ന് നോക്കിയതും അവിടെ കിടക്കുന്ന സാധനം കണ്ട് അവൾ ഞെട്ടിപ്പോയി. തുടരും. കഥയുടെ പുതിയ ഭാഗം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.